ഹലോ, ക്യാമറ ഇവിടെ. ഫേസ്റ്റ് വീക്കെൻഡ് ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഇത് നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇന്ന് വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 9 മണി കേട്ടോ. നാട്ടിൽ 11:30 ആയിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി 5 സംതിങ്ങിന് എന്തൊക്കെയോ ചീത്ത സ്വപ്നങ്ങൾ കണ്ട് അങ്ങനെ നീറ്റ്. പിന്നെ നമുക്കിവിടെ ബാൽക്കണിയുടെ അവിടുന്ന് വേഗം ലൈറ്റ് വരും. അതുകാരണം വേഗം നീറ്റ്. നമുക്ക് അതിലേക്ക് ഇനി ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ ഈദിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു കർട്ടൻ എന്തെങ്കിലും വാങ്ങിക്കാം 5 റിയാലിൻ്റെ ഷോപ്പിൽ നിന്ന്. നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ, ഇതിപ്പോൾ വീടും റൂമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അവിടുത്തെ വെള്ളം, ഗ്യാസ് എല്ലാം സെറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ് നോർമൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഫസ്റ്റ് തന്നെ ഇവിടെ എനിക്കൊരു ബെഡും കൂടെ ഉണ്ട്. ഇതിലേക്ക് ചിലപ്പോൾ കുറച്ച് നാൾ വരും, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ. ഇത് ഇന്നലെ രാത്രി ഉണങ്ങിയ ഡ്രസ്സ് ഒരുപാട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. രാത്രി ഞാനൊരു 10 മണിയാകുമ്പോഴാണ് ഫ്രീ ആയപ്പോൾ കൊടുത്തിട്ടത്. അപ്പോൾ നീറ്റ് ഉടനെ തന്നെ ബെഡ് വൃത്തിയാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ബെഡ് മെസ്സാണ്, എനിക്കിഷ്ടമല്ല. അതാദ്യം വൃത്തിയാക്കാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്ന് ചെയ്യാം. നമ്മുടെ ഡ്രസ്സ് മടക്കിയേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ ഒരു പെയർ വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് വൈകുന്നേരം ഇന്ന് 2 വട്ടം പുറത്ത് പോകണം. ഒന്ന് വീക്കെൻഡ് ലഞ്ച് നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടെ പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വല്ല അപായം എന്തെങ്കിലും ഇടും. ഉച്ചയ്ക്ക് ഇവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കിയിരിക്കും. പിന്നെ വൈകുന്നേരം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു പാർട്ടിയാണ്. അവരുടെ വർക്കൊക്കെ നമ്മളാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 പേര് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഈവൻ്റാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത ക്ലയൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഈവൻ്റാണ്. ഫസ്റ്റ് ഇയർ ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റാണ്. നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റാണെന്നാണ് എൻ്റെ ഒരു ഗസ്. അറിയില്ല ചോദിച്ചു. അപ്പോൾ അതിന് സുന്ദരിയായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അടിപൊളി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ടേബിൾ മെസ്സാണ്. കാരണം ഇന്നലെ ഞാൻ സാറിനായിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ കൊളീഗ്സ് 2 പേര് വരുമ്പോൾ സമയം 9:30 ആയി. അപ്പോൾ ഞാൻ നൈറ്റ് എനിക്ക് വിഷണം. അപ്പോൾ ഞാൻ എന്തെന്ന് പറയാം, ജസ്റ്റ് ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ച്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാത്രി പിന്നെ വാലോർന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് കഴുകും വേണം. കൂടാതെ ഈ വെള്ളം ഇരുന്ന് തണുത്ത് വെച്ചിലിരുന്നിട്ട് നമുക്ക് അവിടെ വെള്ളമുണ്ട്, അത് ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കൽ വർഷങ്ങളായിട്ടുള്ള ശീലമാണ് എനിക്ക് സ്റ്റമക്കിൽ. അപ്പോൾ അത് ചെയ്യും. ഓക്കെ. വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് മഗ്ഗൊന്നുമില്ല. അപ്പം നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണം. ഞാൻ തൽക്കാലം അത് ഉപയോഗിച്ചു. എൻ്റെ കയ്യിലുള്ള ഒരു മഗ്ഗ് ഞാൻ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട്, മഗ്ഗുമില്ല ഗ്ലാസ്സും ഇല്ല. അപ്പോൾ ഒറ്റെണ്ണുള്ളൂ മഗ്ഗ് ഞാൻ ഓഫീസിലാണ് ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു. കുറേ ജോലികൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഒന്ന് സെറ്റ് ആവാൻ ഒരു സമയം എടുക്കുമല്ലോ. ഫസ്റ്റ് വാട്ടറൊക്കെയാണ്, അത് ഓക്കെ ആയി. വെക്കാം. ചൂയിങ്ങം കഴിഞ്ഞ് നോ ഷുഗർ ചൂയിങ്ങം അത് മേടിക്കണം. ഒന്ന് പുറത്തുമ്പോൾ മേടിക്കാം. എന്തെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും മേടിക്കാനുള്ള സാധനങ്ങൾ ഇതിലൊന്ന് നോട്ട് ചെയ്തിട്ട് എപ്പോഴും ബാഗിലിടാമല്ലോ. അപ്പോൾ പിന്നെ അതൊരു എളുപ്പം. വായോണ്ട് എന്തെങ്കിലും കടിച്ചു മുറിക്കുന്നത് കാണുമ്പോൾ ഏട്ടനെ ചീത്ത പറയും. എനിക്കൊരു ഗ്ലാസ് ഒരാൾക്ക് വെള്ളം കുടിച്ചപ്പോഴേ അപ്പിടാൻ പോകും. പിന്നെ അടുത്താഴ്ച പെരുന്നാൾക്ക് പോകുമ്പോൾ നമുക്ക് ഏട്ടനൊരു, ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീക്കെൻഡ് ആകുമ്പോഴേക്ക് വാങ്ങിക്കേണ്ടതാണ്. ഒരു ഗിഫ്റ്റ് മേടിക്കണ്ടേ. അതുപോലെ ഞാൻ എക്സ്പെൻസ് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര എനിക്ക് എക്സ്പെൻസ് ആവുന്നുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ജൂലൈ 1 മുതലാണ് നമ്മളവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ജൂൺ 1 മുതൽ ജൂലൈ 1 വരെ നോക്കാം. നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്.
ഫുഡ് ചാർട്ട് ഒരാഴ്ചക്ക്, എക്സ്പെൻസ് ചാർട്ട് ഇതുണ്ടാക്കി. ഓക്കെ നോക്കാം. ഫേസ് പാക്ക് ഓക്കെ ചെയ്തു. ഇന്ന് ഫ്രൈഡേ കുറച്ച് പേർക്ക് കോൾ ചെയ്യാണ്ട്. ഇവിടെ വന്നിട്ട് മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോൺ ചെയ്യണം. ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിഷമം. അപ്പോൾ അതൊക്കെ ചെയ്യണം. നമ്മുടെ ഏട്ടനെ മെസ്സേജ് അയച്ചില്ല, കാരണം ഏട്ടൻ നല്ല 2 സിനിമ ഒക്കെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്താൽ കാണണം. നല്ല നേരം വൈകിട്ട് ഉറങ്ങിണ്ടാവുക. എന്തായാലും 12 മണി 1 മണി ഉണ്ടാവും. അപ്പോൾ നീക്കട്ടെ. എല്ലാം ടയർഡായിട്ടുണ്ടാവും. എൻ്റെ പോലെ അല്ല, എന്നെക്കാളും 3 ഇരട്ടി ജോലി ആൾക്ക്. ഓക്കെ നോക്കാം. കുളിച്ചില്ല കേട്ടോ. ജസ്റ്റ് ബ്രഷ് ചെയ്തു. ടോയ്ലറ്റിലൊക്കെ പോയി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് 5-8 മാസം എന്തൊക്കെ കഴിക്കണം അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ സെൻസ് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. ഫ്രൈഡേ ഉച്ചയാകുമ്പോൾ ആണെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക, പുറത്ത് പോയി കഴിക്കുക ചെയ്യാം. ബാക്കിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി. സ്മൂത്തി കുറച്ച് പാല്, ലോ ഫാറ്റ് മിൽക്ക് കേട്ടോ, പിന്നെ ഒരു ബനാന റോബസ്റ്റ്. അത് ഞാൻ ഒരെണ്ണം ഇടാൻ കാരണം അത് ഒരാഴ്ച മുന്നേ വാങ്ങിച്ചിട്ട് അത് ആകെ കളറൊക്കെ മാറി നാശമായി. അപ്പോൾ ഞാൻ മൊത്തട്ടു. പിന്നെ 2-3 ബദാം, ആൽമണ്ട്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ്, പിന്നെ ഓട്സിൻ്റെ പൗഡർ, 2 ഡേറ്റ്സ്, ഓക്കെ, ഒരു ഏലക്കായിട്ട്. ഇത്ര ഇട്ടുണ്ട്. പക്ഷേ മിക്സി യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ അടുക്കളയിലോ ഹാളിലോ ഒന്നും അതിൻ്റെ പോയിൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ വെച്ചു. ബെഡ്റൂമിൽ ഒരെണ്ണുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന മിക്സി എവിടെ വെക്കുക അല്ലേ? ഞാൻ വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ, എവിടെയെങ്കിലും പ്ലഗ് പോയിൻ്റ് ഇനി എവിടെ ഉള്ളത്. മറ്റവരൊക്കെ അപ്പുറത്തെ റൂമിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് മിക്സി ഓൺ ചെയ്യാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ആലോചിച്ച്, അങ്ങനെയൊന്നും ആലോചിക്കരുത്, ഇനിയുള്ള കാലമെങ്കിലും നമ്മുടെ കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. തൽക്കാലം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്ലാറ്റ്മേറ്റ് കൊളീഗിനെ വിളിക്കേണ്ടി വന്നു. നമുക്ക് ഇവിടെ ഓക്കെ അത് മാറ്റിയിട്ട് തൽക്കാലം അവിടെ ഒരു അങ്ങനെ തൽക്കാലത്തെ പരിപാടി കഴിഞ്ഞു. 10:30 സമയം. ഇനി എനിക്ക് കോൾ ചെയ്യാനുള്ളതൊക്കെ കോൾ ചെയ്യണം. സോ ടേസ്റ്റി, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഒരു സാധനം കുടിച്ച് പോയാൽ ഇനി വേറെ ഒന്നും വേണ്ട കേട്ടോ. എനിക്കിഷ്ടമായി. ഞാൻ ആ പൊടി കഴിഞ്ഞുള്ള ഓട്സ് പൊടിക്ക് വയ്ക്കാം. പൊളി. പാലൊരു തൈറ്റുള്ളൂ കേട്ടോ, ഒരു 1/4 ഗ്ലാസ്. ഇതിൽ ആൽമണ്ട്സ് ഒന്നും ശരിക്കും പേസ്റ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ സ്ട്രോ ഇട്ടില്ല, കാരണം ചിലപ്പോൾ ഇതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കും. കടിക്കാൻ കിട്ടണ്ടേ, അതെങ്ങനെ കുടി. ഇനി നമുക്ക് സ്മൂത്തി കുടിക്കാം. ഒരു ഗ്ലാസിൻ്റെ ഒരു സാധനം വാങ്ങിക്കാം.